ജോത്സ്യം തുടങ്ങിയേ? അതെ, നേതാവ് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇവര് പരമ്പര പാരമ്പര്യം. അതെ, അപ്പനപ്പൂപ്പന്മാരായിട്ട് ഭയങ്കര ജ്യോത്സ്യന്മാരാണ്. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ സുബലക്ഷ്മി. ഒരു രാജയോഗം കാണുന്നുണ്ട്. പാവം ഒരു ഹോമിയോ ഡോക്ടറുടെ ഭാര്യയായ എനിക്ക് എവിടുന്ന രാജയോഗം? എന്നാ കേട്ടോ, പെങ്ങൾ ഈ വാർഡിന്റെ മെമ്പറായ ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഈ പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കയ്യിലാ. അതെ, പിന്നെ ഈ പറഞ്ഞ രാജയോഗമൊക്കെ സുരേന്ദ്രൻ സാറ് വീട്ടിൽ കൊണ്ടുതരും. ദൈവമേ, കുട്ടികളെ ഒന്ന് ശകാരിക്കാനോ ദേഷ്യം കയറുമ്പോ എന്റെ ഭാർഗവട്ടിനെ 2 ചീത്ത പറയാനോ അല്ലാതെ നാട് ഭരിക്കാനൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞതൊക്കെ കുടുംബത്തിന് ഗുണമുള്ള കേസാണെങ്കിൽ ഭാർഗവട്ടിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. മതി, അത് മതി. ഇക്കണ്ട കാലം അത്രയും മാണിക്യശ്ശേരിക്കാര് ഫ്രീ ആയിട്ടുണ്ട് ഹോമിയോ മരുന്നിന് പ്രത്യുപകാരമായിട്ട് ഒരൊറ്റ ഓട്ടം. അതെ, അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള തന്നെ. അപ്പൊ പിന്നെ കാണാം. ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ളക്ക്, ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ളക്ക്, ഞങ്ങളുടെ ഓമന നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. അയ്യോ ഈശ്വര, ഇനിയിപ്പോ ഭാർഗവേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആരോട് ചോദിച്ചിട്ടാ നീ വാക്ക് കൊടുത്ത്? ഭാർഗവേട്ടനാണ് സത്യം. ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയൊക്കെ ആയില്ലേ,